എന്തെങ്കിലും പ്രതിസന്ധികൾ ഫേസ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ പ്രതികൂലം പരാജയമല്ല, പ്രതികൂലം പ്രമോഷനാണ്. ആരെങ്കിലും നിനക്കെതിരെ കയ്യിൽ കല്ലെടുത്തെങ്കിൽ ആ കല്ലിനെ ദൈവം പൂക്കളാക്കി മാറ്റും. പൈശാചിക ലോകം നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിന്റെ ഭാവിയെക്കുറിച്ച് നിന്റെ ശത്രു ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ സംഭവിക്കാൻ പോകുന്നത് ശത്രുവിന്റെ പ്രതീക്ഷയല്ല, സംഭവിക്കാൻ പോകുന്നത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. പ്രവൃത്തി 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ എന്ന് വായിച്ചു. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി പത്രോസിനെയും തടവിൽ സൂക്ഷിച്ചു. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. സഭയുടെ പ്രാർത്ഥന, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഹെരോദ രാജാവ് പിറ്റേ ദിവസം പത്രോസിനെ ജനത്തിന്റെ മുൻപാകെ നിർത്താൻ, കൊല്ലാൻ തീരുമാനിച്ചതിന്റെ തലേ രാത്രിയിൽ 2 പടയാളികളുടെ നടുവിൽ പീറ്റർ ഉറങ്ങുകയായിരുന്നു. കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. നമുക്കറിയാം, ദൈവദൂതൻ ഇറങ്ങി കാരാഗ്രഹവാതിൽ തുറന്നു. സന്ദേശം ഇതാണ്. 11-ാമത്തെ വാക്യത്തിൽ ഒരു പദം എഴുതിയിട്ടുണ്ട്. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായും അറിയുന്നു. യഹൂദ ജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്ന് യഹൂദ ജനം പ്രതീക്ഷിച്ചത് പത്രോസിന്റെ മരണമാണ്. ഇന്നലെ യാക്കോബിനെ കൊന്നു, നാളെ പത്രോസിനെ കൊല്ലുകയാണ്. എല്ലാവരും പത്രോസിന്റെ മരണവും പത്രോസിന്റെ ഫ്യൂണറൽ സർവീസ് ആണ് ചിന്തിച്ചോണ്ടും വിചാരിച്ചോണ്ടും പ്രതീക്ഷിച്ചോണ്ടും ഇരിക്കുന്നത്. അവൻ തീർന്നു, അവന്റെ സഭയും തീർന്നു, അവന്റെ പരിപാടിയും തീർന്നു, പദ്ധതിയും തീർന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ശത്രുവിന്റെ പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചു. പൈശാചിക ലോകം നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിന്റെ ഭാവിയെക്കുറിച്ച് നിന്റെ ശത്രു ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ സംഭവിക്കാൻ പോകുന്നത് ശത്രുവിന്റെ പ്രതീക്ഷയല്ല, സംഭവിക്കാൻ പോകുന്നത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. വാ തുറന്ന് പറഞ്ഞേ, എന്നെ ഇഷ്ടമല്ലാത്ത വ്യക്തിയുടെ ഇഷ്ടമല്ല എന്റെ ജീവിതത്തിൽ നടക്കുന്നത്, എന്റെ പ്രാർത്ഥനയുടെ മറുപടികളായിരിക്കും. What you are expecting, what you are praying and expecting from the Lord, that will happen in your life. Amen. തല വെട്ടി മരണപ്പെടേണ്ട മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന കാഴ്ചയാ നാട്ടുകാർ കണ്ടേ. പത്രോസേ, നീ വാളാൽ മരിക്കേണ്ടവനല്ല, നീ ക്രൂശിതനാകേണ്ടവനാണ്. കാരണം പത്രോസിനെ ക്രൂശിച്ചാ കൊന്നേ, തലകീഴായി ക്രൂശിക്കപ്പെടുന്നവൻ വാളാൽ ചാകുകയല്ല. എന്തെങ്കിലും പ്രതിസന്ധികൾ ഫേസ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ പ്രതികൂലം പരാജയമല്ല, പ്രതികൂലം പ്രമോഷനാണ്. ആരെങ്കിലും നിനക്കെതിരെ കയ്യിൽ കല്ലെടുത്തെങ്കിൽ ആ കല്ലിനെ ദൈവം പൂക്കളാക്കി മാറ്റും. ബട്ട് യു വെയിറ്റ്, ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം. അവന്റെ ബലമുള്ള കയ്യിൽ നിന്ന് ഇറങ്ങി ഓടിക്കളയല്, ആ കൈക്കകത്ത് നിന്ന് ഇറങ്ങി ഓടിക്കളയല്. കുശവൻ കളിമണ്ണ് കൊണ്ട് തന്റെ ചക്രത്തിൽ പാത്രം ഉണ്ടാക്കി. പാതി വഴിയിൽ ആ പാത്രം ചീത്തയായി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി. കുശവൻ ഈ പാത്രം ഉണ്ടാക്കുമ്പോ കുശവന്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിനൊത്തിത് പൊങ്ങി വരാതെ എങ്ങനെയോ പാതി വഴിയിൽ ചീത്തയായി, തകർന്നു പോയി. പക്ഷേ ഇത് തകർന്ന് വീണത് കുശവന്റെ കയ്യിലാണ്. ഇത് പൊളിഞ്ഞു വീണത് കുശവന്റെ പ്രസൻസിൽ തന്നെയാണ്. ഈ പൊളിഞ്ഞു വീഴുമ്പോൾ, തകർന്നു വീഴുമ്പോൾ ഈ കുശവന്റെ പ്രസൻസിൽ നിന്ന് നീ പോകാതിരുന്നാൽ ആ കൈ നിന്നെ വീണ്ടും ഞെട്ടിക്കുന്ന രീതിയിൽ പണിതിരിക്കും.
അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി. ഓൾറെഡി അവിടെ ഇരിക്കുന്ന പാത്രങ്ങൾക്കെല്ലാം ഒരേ ഷേപ്പാണ്, ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ ഇതിനു മാത്രം മറ്റൊരു ഷേപ്പ്. ആ ഷേപ്പ് എല്ലാ പാത്രത്തിനും ഇല്ല. എന്റെ പ്രോസസ് ഡിഫറെന്റ് ആയിരിക്കും. എന്നെ മറ്റൊരു പാത്രമാക്കി മാറ്റും. യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും പത്രോസ് വിടുവിക്കപ്പെടുകയാണ്. പിശാചോ ശത്രുവോ മനുഷ്യനോ പ്രതീക്ഷിച്ചതല്ല പ്രാർത്ഥിച്ചവന്റെ മേളിൽ നടന്നത്.